ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള MP3 നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ആവശ്യമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് റിംഗ് ടൂൺ ആക്കാം, അലാറം ടൂൺ ആക്കാം, നോട്ടിഫിക്കേഷൻ ടൂൺ ആക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ നമുക്ക് വീഡിയോ ഓഡിയോ ആക്കി മാറ്റാം, MP3 ആക്കി മാറ്റാം. അതേമാതിരി ടിക്ടോക്കിലെ അല്ലെങ്കിൽ വീഡിയോകൾ നമുക്ക് MP3കൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് വേറെ MP3യുമായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകളുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്കൊക്കെ നമ്മളെ സൗകര്യത്തിന് നമ്മുടെ ഫോണിലുള്ള MP3കൾ നമ്മളെ സൗകര്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പല രൂപത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് യൂട്യൂബ് ആവശ്യങ്ങൾക്കൊക്കെ കട്ട് ചെയ്ത് അത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാൽ കോപ്പിറൈറ്റൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മളുടെ ഡിവൈസിൽ നിന്നുള്ള ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. MP3 കട്ടർ ആൻഡ് റിംഗ് ടൂൺ മേക്കർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആദ്യമായിട്ട്. അതിനുശേഷം ഇതിന് ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ പരസ്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ നെറ്റ് ഓഫാക്കിയിട്ട് ചെയ്താൽ ഒരുവിധം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഗാലറിയിലെ MP3യിലോട്ട് കയറും. അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഞാനത് ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ്, കാരണം കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ആവശ്യമുള്ള രൂപത്തിൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗമാണെങ്കിൽ നമുക്ക് സെൻറ്റർ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുള്ളത് കൊണ്ട് ഞാൻ പ്ലേ ചെയ്യിക്കുന്നില്ല. നമുക്കിങ്ങനെ ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലോട്ട് സേവ് ആവും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ സേവ് ആവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള ഭാഗം, ഇനി ലാസ്റ്റ് ഭാഗമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ട്രാക്ക് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഭാഗം ഇങ്ങനെ നീക്കി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് കൊടുത്താൽ ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം നമുക്ക് വേണ്ട രൂപത്തിൽ ആവശ്യമുള്ളത്ര സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. എന്നിട്ട് നമ്മളിങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സേവ് ആവും. നമുക്കിവിടെ പേര് മാറ്റണമെങ്കിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കാം. നമ്മൾ പിന്നെ MP3 എന്നുള്ള ഇത് വരും. എന്നിട്ട് നമുക്ക് ഗാലറിക്ക് അങ്ങനെ സേവ് ചെയ്യാൻ കഴിയണതാണ്. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ റിംഗ് ടൂൺ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ അവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച MP3കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിംഗ് ടൂൺ എന്നുള്ളതിൽ കയറി കഴിഞ്ഞാൽ റിംഗ് ടൂണായി സെറ്റ് ചെയ്തേക്കാം. നോട്ടിഫിക്കേഷനിൽ പോയാൽ നോട്ടിഫിക്കേഷനായിട്ട് സെറ്റ് ചെയ്തേക്കാം. അലാറമിൽ പോയി കഴിഞ്ഞാൽ അതിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്തേക്കാം. ഇതിനൊക്കെ ഈ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ ഇതിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു ഓപ്ഷനാണ് ടിക്ടോക്ക് ഓഡിയോ ഡൗൺലോഡർ. ഇതിൽ വെച്ച് തന്നെ നമ്മൾ ടിക്ടോക്കിലുള്ള ഏതെങ്കിലും ഓഡിയോ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇതേമാതിരി ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാനൊക്കെ കഴിയുന്നതാണ്. പിന്നെ നമുക്കുള്ളതാണ് വീഡിയോ നമുക്ക് ഓഡിയോ ആക്കാൻ പറ്റും. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലുള്ള ഓഡിയോ ഒക്കെ നമ്മൾ പോവും. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങനെ വരും. വീഡിയോ മാനേജർ എന്നുള്ള ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ഓഡിയോ ആക്കി മാറ്റാൻ പറ്റും. ഓഡിയോ ആക്കാൻ പറ്റും. അതിന് നമുക്ക് വീഡിയോൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, വീഡിയോ കൺവേർട്ട് ചെയ്യാൻ പറ്റും.
സൈസുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വീഡിയോൻ്റെ സൈസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. വീഡിയോ കംപ്രസ് ചെയ്യാൻ പറ്റും. വീഡിയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷനുകളുള്ള സെറ്റിങ്സുകളാണിത്. പിന്നെ നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നുള്ളതാണ് നമുക്കിവിടെ ഓഡിയോ മെർജ് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ മെർജ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഓഡിയോകൾ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിയോ മിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ 1-2 സോങ്ങുകൾ സെലക്ട് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിയോ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെട്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.